ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ നിസാൻ്റെ മാഗ്നൈറ്റ് ആണ്. നമുക്കിന്ന് ഈ വണ്ടിയുടെ ഡ്രൈവും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ എൻജിൻ ബേയിലോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. റൊണാൾട്ടിൻ്റെ ബാഡ്ജിങ്ങും വരുന്നുണ്ട്. ഇത് നിസാൻ്റെ വാഹനമാണ്, പക്ഷേ റൊണാൾട്ടുമായിട്ട് കമ്പൈൻ വരുന്നുണ്ട്. ചില പാർട്സൊക്കെ റൊണാൾട്ടിൻ്റെയാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. സൈലൻറ്റ് പെട്രോൾ എൻജിനാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ബേ ആണ്. ഇൻസുലേറ്റഡ് ആണ്. എല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിങ് കാര്യങ്ങളെല്ലാത്തിലും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് വരുന്നത്. ബൾബ് ടൈപ്പാണ് വരുന്നത്, LED അല്ല. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വരുന്ന വേരിയൻ്റ് അല്ല ഇത്. അതിന് പകരം ഇവിടെ ഒരു ക്രോം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ക്രോം ഗ്രിൽ. അത്യാവശ്യം ഡീസൻറ്റ് സൈസ് വാഹനമാണ്. കോമ്പാക്റ്റ് SUV എന്ന് വേണമെങ്കിലും പറയാം. അലോയ് വീൽസ് അല്ല വരുന്നത് ഈ വേരിയൻറ്റിന്. 16 ഇഞ്ച് അലോയ് വരുന്നുണ്ട്. നിസാൻ മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ്. ലെഫ്റ്റ് മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടൈൽ ലാമ്പ് വരുന്നത്. സെൻസർ വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് തുറക്കാം. ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻറ്റ് സൈസ് ബൂട്ട് സ്പേസാണ് വരുന്നത് ഇതിന്. സ്പെയർ ടയർ വരുന്നുണ്ട്. സ്പെയർ വീൽ അലോയ് അല്ല. പിന്നെ ടൂൾ കിറ്റ് ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം സ്പോഞ്ച് വരുന്നുണ്ട്. കാര്യം സൗണ്ടും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇൻസുലേറ്റഡ് ആണ്. ഇത് ക്ലോസിങ്ങിന് ഒരു ഹോൾഡർ ഉണ്ട് നമുക്ക്. പിന്നെ ലൈറ്റ് വരുന്നുണ്ട്. മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ്, നിസാൻ്റെ ബാഡ്ജിങ്. ഇതൊരു പെട്രോൾ വാഹനമാണ്. നമുക്കിതിൻ്റെ ബാക്ക് സ്പേസ് നോക്കാം. നല്ല ബാക്ക് സ്പേസ് ഉണ്ട്. ഇതേ നല്ല സ്പേസ് ഉണ്ട്. ഒരു ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ. പവർ വിൻഡോ ആണ് വരുന്നത്. ഒരു സെമി സിൽവർ പ്ലേറ്റഡ് ഡോർ ഹാൻഡിലാണ് വരുന്നത്. ഒരു പഴയ മോഡൽ ലോക്കാണ്, ഡോർ ലോക്ക് വരുന്നത്. നല്ല കുഷൻഡ് ആയിട്ടുള്ള സീറ്റാണ്. ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സെൻട്രൽ ഹാൻഡ് റെസ്റ്റും ഹെഡ് റെസ്റ്റും വരുന്നില്ല. പവർ ഔട്ട്ലെറ്റ് ഇല്ല. നമുക്കിവിടെ ഒരു ഹോൾഡർ വരുന്നുണ്ട്, കപ്പ് ഹോൾഡർ. നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂയിലോട്ട് പോകാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഓട്ടോ ക്ലൈമറ്റ് AC അല്ല, മാനുവൽ കൺട്രോൾഡ് AC ആണ്. ലോക്ക്. എൻഫർടൈൻമെൻറ്റ് രണ്ടാമത് ചെയ്തതാണ്. ഇതാണ് ഇതിൻ്റെ AC വെൻറ്റ് വരുന്നത്. ഫെറാറിക്കൊക്കെ വരുന്ന മോഡൽ ടൈപ്പാണ്. കുഞ്ഞ് ഡിസൈൻ, ഈ ഒരു ടൈപ്പ്. ലാമ്പ്. സൺഷെയ്ഡ്. സൺറൂഫ് അല്ല വേരിയൻറ്റ്, സൺറൂഫ് ഇല്ല. ഇതാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. മാനുവൽ ഗിയർ ബോക്സ് ആണ്. വോളിയം അപ്പ് ഡൗൺ ഉണ്ട് സ്റ്റിയറിങ്ങിൽ തന്നെ. ട്രാക്ക് ചേഞ്ച് കാര്യങ്ങൾ. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നിസാൻ്റെ ബാഡ്ജിങ്. ലോക്ക്, അൺലോക്ക്. നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇത് ഇതിൻ്റെ ഗ്ലൗ ബോക്സ് വരുന്നത്. നമുക്കിവിടെ 2 ഹോൾഡർ വരുന്നുണ്ട്. ചാർജിങ് ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെയും നമുക്കൊരു ഹോൾഡർ ഉണ്ട്. ഇവിടെയും ഹോൾഡർ ഉണ്ട്. ഇവിടെ ഫോൺ വേണമെങ്കിൽ വെക്കാൻ പറ്റും. 1 ടച്ച് ഡൗൺ വിൻഡോ ആണ്. അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട് ഇതിൽ. ഓട്ടോമാറ്റിക് അപ്പ് ആൻഡ് ഡൗൺ, ഓട്ടോ ഡൗൺ, ഓട്ടോ അപ്പ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ
ഡ്രൈവ് വിശേഷങ്ങൾ കാണാം. ഹാൻഡ് ബ്രേക്ക് ഡൗൺ, മിറർ ചെക്ക്, ഓട്ടോ അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത്, റൈറ്റും ലെഫ്റ്റും. ഈ വണ്ടിയുടെ റിവേഴ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ റിവേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളിലോട്ട് പൊക്കി ഫുൾ ലെഫ്റ്റ് റിവേഴ്സ്. ഫസ്റ്റ് ഇടുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റിൽ നിന്ന് മേളിലോട്ട് ഇങ്ങനെ താഴെ നിന്ന് പിടിച്ച് പൊക്കിയിട്ടാണ് ഇടുന്നത് റിവേഴ്സ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡ്രൈവിലോട്ട് പോകാം. ഹാൻഡ് ബ്രേക്ക് ഡൗൺ, ഫസ്റ്റ് ഗിയർ, മിറർ ചെക്ക്, ഇൻഡിക്കേറ്റർ, ഡ്രൈവ്. നമുക്കിതിൻ്റെ ഇൻഫർമേഷൻ ക്ലസ്റ്ററിൽ വരുന്നതെന്ന് പറഞ്ഞാൽ RPM ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്, പിന്നെ ടെമ്പറേച്ചർ മേളിൽ, ഫ്യൂവൽ, പിന്നെ TPMS സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ ട്രിപ്പ് മീറ്റർ, പിന്നെ ഫ്യൂവൽ റേഞ്ച്. ഇത്രയാണ് ഇതിൻ്റെ ഇതിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഹോൺ. ഡെഡ് പെഡൽ വരുന്നില്ല ഈ വണ്ടിയിൽ. നമുക്ക് ഡെഡ് പെഡൽ വരുന്നില്ല. വേറെ സ്പേസ് ഇതിനകത്ത് നമുക്ക് ഇവിടെ താഴെ വേറെ സ്പേസ് ഇല്ല. കാല് പിറകോട്ട് തന്നെ എടുത്ത് വയ്ക്കണം. പിന്നെ ഹാൻഡ് റെസ്റ്റും വരുന്നില്ല. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല സ്മൂത്താണ്. വണ്ടി സ്റ്റിയറിങ്ങും നല്ല സ്മൂത്താണ്. സ്റ്റഡി സ്റ്റിയറിംഗ് ആണ്. നല്ല ഹാൻഡ്ലിങ് കിട്ടുന്നൊരു ടൈപ്പാണ്. സഡൻ പിക്കപ്പൊക്കെ ഉണ്ട് വണ്ടി. നല്ല പഞ്ചിയായിട്ട് എടുക്കും. സ്പീഡ് ലിമിറ്റ് ബീപ്പ് ഉണ്ട്. 80 സ്പീഡ് ആകുമ്പോൾ ലിമിറ്റിൽ ബീപ്പ് വരും.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.